ഒരു സിനിമ ഇൻസ്പയർ ചെയ്യാനും അതേപോലെ തന്നെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാനും പറ്റും. അതൊരു തിൻ ലൈനാണ്. അത് എങ്ങനെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനാണ് ഒരു ആക്ടറും ഡയറക്ടറും നോക്കുക? അത് പ്രധാനമായിട്ടും ഡയറക്ടർ തന്നെയാണത്. ഡയറക്ടറിന്റെ കയ്യിൽ തന്നെയാണത്. കഥയെ അടിസ്ഥാനപ്പെടുത്തി നമ്മളത് ടോട്ടാലിറ്റി. ഇപ്പൊ ഇതിലെ ഈ ഞാൻ പറഞ്ഞാൽ ഇത് കാണുന്ന ഒരു വ്യക്തിക്ക് ഇൻസ്പിറേഷനും ആവാം, അതേപോലെ ഇൻറ്റിമിഡേഷനും ആവാം. ഞാൻ പോയി എന്നാൽ ശരിയാക്കും, അല്ലെങ്കിൽ പിന്നെ ഇവൻ ഇറങ്ങുമ്പോൾ ഭയങ്കര ഓവർവെൽംഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫുൾഫില്ലിംഗ് ആയിട്ട് ഇറങ്ങി വരും. രണ്ട് സാധനമുണ്ട്. പക്ഷെ ഇതൊരു ഭയങ്കര തിൻ ലൈനാണ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. മറ്റേ പപ്പുചേട്ടൻ പറഞ്ഞ പോലെ വീഴും, ചടപട വീഴും. ഇതെങ്ങനെ മാനേജ് ചെയ്യും? ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നേരത്തെ ടോയി പറഞ്ഞ പ്രീ പ്ലാനിൽ ഇത് വർക്ക് ആവില്ല. ഇതൊരു ടോട്ടൽ ഓർഗാനിക് പ്രൊസീജിയറാണ്. അതൊരു സിനിമ തുടങ്ങി ഫസ്റ്റ് സീൻ മുതൽ. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇറങ്ങി കഴിയുമ്പോഴേ അറിയാൻ പറ്റും. അതെ, അത് ശരിക്കും ഇറങ്ങുന്നതിന് മുമ്പുള്ള കൂഹങ്ങളാ. അതെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഈ സിനിമയ്ക്കാണ് എനിക്ക് തോന്നുന്നു പ്രിവ്യൂ ഷോസ്, ഇത്രമാത്രം പ്രിവ്യൂ ഷോസ് വെച്ച ഈ സിനിമ വെച്ചാൽ ഇതിൻ്റെ PR ടീം. അപ്പം വൈശാഖും ജിനു ഈ സിനിമ കണ്ടിട്ട് രാത്രി 3 മണിക്ക്, അന്നേരം ഞാൻ ജെയ്ക്സും രംഗേട്ടനും കൂടി അവിടെ ലാൽ വീട്ടിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. 3 മണിക്ക് തന്നെ വൈശാഖ് വിളിക്കുകയാണ്, തൊട്ടടുത്ത് ടിൻഡ് കളർ ഗ്രേഡ് സ്റ്റുഡിയോ. അവിടത്തേക്ക് വിളിച്ച് എനിക്ക് നിങ്ങളൊന്ന് കെട്ടിപ്പിടിക്കണം മനുഷ്യ അതുകൊണ്ട് വിളിച്ച് അവർ കരയുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ടോയ്ക്ക് അതിൻ്റെ അയച്ചു കൊടുത്തു, പുറത്ത് കാണിച്ചു വെച്ചാൽ അവിടെയാണ് നമ്മൾ എൻ്റെ ഫസ്റ്റ്, ഇപ്പം ടോവി പറഞ്ഞ പോലെ ഫസ്റ്റ് വാലിഡേഷൻ. എന്താ വെച്ചാൽ സിനിമയ്ക്ക് PR വർക്ക് ചെയ്യാൻ വന്ന 2 ഗടാഗടിയമായ ഒരു മനുഷ്യൻ, എന്റെ മീശക്കുള്ള ഒരാള് കെട്ടിപ്പിടിച്ച് കരയാന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ മിസ്റ്റേക്ക് ഉണ്ടോ, മണപ്പിച്ചു. അപ്പൊ അവിടെ തുടങ്ങുകയാണ് ഇതിന്റെ ഒരു പരിപാടി. അപ്പൊ ഇത് ചിലപ്പോ അവർക്ക് അപ്പോഴും ഞാൻ എന്നോട് പറയുന്നത് എന്താ പറയുക, ഞാൻ ടോക്കെടുത്ത് പറഞ്ഞു അത് അവർ 2 പേർക്കും വർക്കായി. 1000 പേരിൽ 2 പേരാണ് അവര്.